ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലവർഷം 1200 മീനമാസത്തിലെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ 5 നക്ഷത്രക്കാരുടെ ഈ വരുന്ന ഒരു മാസത്തെ സാമാന്യ ഫലങ്ങൾ നോക്കാം. ഇന്ന് മീനമാസം 1-ാം തീയതിയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ സൂര്യൻ മീനൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞു, രാത്രി തന്നെ. പക്ഷേ നമ്മുടെ കലണ്ടർ സിസ്റ്റം അനുസരിച്ച് തൊട്ടടുത്ത ദിവസമാണ് 1-ാം തീയതിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സൂര്യനെ സംബന്ധിച്ച് സൂര്യൻ്റെ മിത്രഗ്രഹമായ അല്ലെ സുഹൃത്ത് ഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയാണ് മീനം. അവിടെ ഇപ്പോൾ രാഹുവുണ്ട്, ബുധനും ശുക്രനുമുണ്ട്. മാർച്ച് 29 ആകുമ്പോഴത്തേക്കും ശനി അവിടേക്ക് എത്തിച്ചേരും. ശുക്രൻ ഉച്ചത്തിലാണ്, ബുധൻ നീചത്തിലുമാണ്. ചൊവ്വ മിഥുനത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. കേതു കന്നി രാശിയിലാണ്. മെയ് മാസമാകുമ്പം ചിങ്ങൻ രാശിയിലേക്ക് വരും. അപ്പോൾ ഈ മാസത്തെ ഫലത്തെ രാഹുകേതുക്കളുടെ മാറ്റം സ്വാധീനിക്കുന്നില്ല. പക്ഷേ ശനിയുടെ മാറ്റവും സൂര്യൻ്റെ മാറ്റവും നന്നായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് മകം നക്ഷത്രക്കാരുടെ മീനമാസ ഫലങ്ങൾ നോക്കാം. മകം ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവരുടെ അഷ്ടമരാശിയായ മീനത്തിലേക്കാണ് സൂര്യൻ സംക്രമിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മകം ഉൾപ്പെടുന്ന ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. ഈ സൂര്യൻ ഇപ്പോൾ 8-ാമത്തെ രാശിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഈ അഷ്ടമരാശിയിൽ ആരൊക്കെയുണ്ട്? ബുധശുക്രന്മാരുണ്ട്, രാഹുവും ഉണ്ട്. അപ്പോൾ ഈ ബുധൻ നീചത്തിലാണെങ്കിലും ശുക്രൻ ഉച്ചത്തിലായതുകൊണ്ട് ഭൗതികമായ കുറേ നേട്ടങ്ങൾ ഈ സമയത്ത് മകം നക്ഷത്രക്കാർക്കുണ്ടാകും. ഭോഗസുഖങ്ങൾ അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ 2 തരത്തിലും അനുഭവിക്കാം. സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാധാരണ നമുക്ക് നമ്മുടെ തരത്തിൽപ്പെട്ട കൂട്ടുകാരുമായിട്ട് സൗഹൃദങ്ങൾ പുലർത്താനും നമ്മുടെ സഹപാഠികളൊക്കെ, പഴയ സഹപാഠികളെയൊക്കെ കാണാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. അതിലൂടെ മനസ്സിന് സന്തോഷം കിട്ടും. ആഡംബര വസ്തുക്കളുടെ ലബ്ധി ഉണ്ടാകും. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ഭോഗാനുഭവങ്ങൾക്കും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ബുദ്ധിപരമായിട്ട് നോക്കുമ്പം ബുധൻ സാമാന്യം ഗുണകരമായിട്ട് ഈ സമയത്ത് ഒരനുഭവം തരും. കാരണം ബുധനും സൂര്യനും ഒരേ രാശിയിൽ വരുമ്പോൾ ഒരു നിപുണ യോഗം ഉണ്ടാകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ലഭിക്കുകയില്ല, കാരണം ബുധൻ നീചത്തിലായതുകൊണ്ട്. എങ്കിലും ഒരു പരിധിവരെ ആ ഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷകൾക്കൊക്കെ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. പഠനത്തിൽ ഏകാഗ്രതയുണ്ടാകും. പക്ഷേ ഒരു ചെറിയ ശത്രുദോഷത്തിനുള്ള ഒരു അവസരം ഉണ്ടാകും. കാരണം സൂര്യനും രാഹുവും കൂടെയാണ് ഇന്നു മുതൽ ചേർന്ന് വരുന്നത്. മീനത്തിൽ രാഹുവിൻ്റെ സ്ഥാനമുണ്ട്. രാഹു പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ മുമ്പോട്ട് കയറുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു മാസമായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ രാഹുവിനൊരു കുഴപ്പമുണ്ട്. ഏഷണി, നുണ പറയുക, അപവാദങ്ങൾ പറയുക, തമ്മിൽ സംഘർഷങ്ങളുണ്ടാക്കുക, ഇതൊക്കെ രാഹുവിൻ്റെ ജോലികളിൽപ്പെടും. വിഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സൂര്യനാണെങ്കിൽ ഒരു പാപഗ്രഹവുമാണ്. സൂര്യനും രാഹുവും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. നേരായ വഴിയിലാകണമെന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ കിടനില നിൽക്കുന്നതിലൂടെ, അതായത് ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ, ചില വിവരങ്ങൾ കൈമാറി കൊടുക്കുന്നതിലൂടെ ഒക്കെ ധനലാഭം ഉണ്ടാകാം. പിന്നെ ഈ അനൗദ്യോഗികമായ ചില നറുക്കെടുപ്പുകളുണ്ടല്ലോ, കേരള ലോട്ടറി പോലുള്ളതല്ലാതെ മറ്റ് ചില നറുക്കെടുപ്പുകൾ പ്രൈവറ്റ് പാർട്ടികൾ ചെയ്യുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകും. കുറുക്ക് വഴിയിൽ കൂടിയുള്ള ധനലാഭത്തിന് ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഈ രവിയും രാഹുവും കൂടെ, സൂര്യനും രാഹുവും കൂടെ ചേരുന്ന സമയത്ത് ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കും. അപ്പോൾ നമുക്ക് ഈ ധനം കിട്ടിയാലും ഇതിനെ ആൾക്കാർ തുരങ്കം വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഐശ്വര്യം എന്തെങ്കിലും വന്നു ചേർന്നാൽ അതിനെ എങ്ങനെ തകർക്കാവുന്ന ശത്രുക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം ഈ സമയത്ത് അനുഭവിച്ചേക്കാം. വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത വേണം എന്നുള്ളതാണ് ഈ സമയത്ത് മകം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ വെറുതെ പറയുന്ന തമാശകൾ പോലും പലപ്പോഴും ശത്രുക്കൾക്ക് ആയുധമായിട്ട് മാറിയേക്കാം. പിന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നല്ല
ചികിത്സാ രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആളുകളെ സമീപിച്ച് ചികിത്സ തേടണം. കേസുകളിലൊക്കെ അനുകൂലമായ തീർപ്പുണ്ടാകും. ഭൂമി വിൽപ്പന നടത്താൻ സാധ്യതയുണ്ട്, അതിലൂടെ ലാഭവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ മാസം അനുയോജ്യമല്ല. അതിന് ഒരു കാരണം കൂടെ ഉണ്ട്. മാർച്ച് 29 അല്ലെങ്കിൽ മീനം 15 ആകുമ്പോഴത്തേക്കും ശനി അഷ്ടമരാശിയിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ, ശനി, രാഹു, നീചത്തിൽ നിൽക്കുന്ന ബുധൻ പാപഗ്രഹത്തോട് ചേർന്നാൽ പാപനായി മാറും എന്നുള്ള തത്വം അനുസരിച്ചാണെങ്കിൽ 3 കൊടിയ പാപഗ്രഹങ്ങളും സംസർഗം കൊണ്ട് പാപനായ ബുധനും കൂടെ ചേർന്ന് 4 എണ്ണത്തിൻ്റെ ഫലം അഷ്ടമത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പുതിയ പദ്ധതികളൊന്നും ഈ മാസം മകനക്ഷത്രക്കാർ തുടങ്ങണ്ട എന്ന് പറഞ്ഞത്. അഷ്ടമശനിക്കാലമാണല്ലോ തുടങ്ങുന്നത്. ഇപ്പം കണ്ടകശനിയാണെങ്കിലും 7ലാണ് ശനിയെങ്കിലും മൂലത്രികോണം ആയതുകൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. ശനിയുടെ മൂലത്രികോണത്തിലായിരുന്നു ശനി ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, അല്ല ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മീനം 15-നാണ് ശനി രാശി മാറുന്നത്. പക്ഷേ ശനിയുടെ പ്രത്യേകത അടുത്ത രാശിയിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശെ ഫലം തന്നു തുടങ്ങും. അഷ്ടമശനിയുടെ ഫലം ഇപ്പം തന്നെ കുറേശ്ശെ അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങണ്ട. ഇനി നമുക്ക് അവരുടെ വഴിപാടുകളെ പറ്റി നോക്കാം. അതായത് ഈ മകനക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അവരുടെ ദേവതയാണ് ഗണപതി ഭഗവാൻ. അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അശ്വതി മകം മൂലം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. പക്കപ്പിറന്നാളിൽ ഗണപതി ഹോമം ഒരെണ്ണം നടത്തുകയാണെങ്കിൽ കുറേ തടസ്സങ്ങൾ മാറിപ്പോവും. ഒരെണ്ണം ചെയ്താലും മതി. അടുത്ത പക്കപ്പിറന്നാളിന് ഒരു ഗണപതി ഹോമം ചെയ്യുക. പിന്നെ സൂര്യദശ, വ്യാഴദശ, കുജദശ ഒക്കെ ആണെങ്കിൽ പ്രത്യേകം വഴിപാട് ചെയ്യണം. ദേവീക്ഷേത്രത്തിലും വഴിപാട് ചെയ്യണം. കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ശനി മാറുന്ന ആ സമയത്ത് ശനിദേവനും ശാസ്താവിനും വഴിപാടുകൾ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ചിങ്ങക്കൂറിൻ്റെ 11-ലാണല്ലോ ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ചൊവ്വയുടെ ഗുണഫലം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദേവിക്ക് വഴിപാട് സമർപ്പിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിക്കൂടെ വഴിപാട് ചെയ്യണം. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ എന്നൊന്നും എല്ലാവർക്കും നോക്കാൻ പറ്റില്ലല്ലോ ചൊവ്വയുടെ സ്ഥാനം. അതുകൊണ്ട് ഭഗവതിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കൂടെ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ആ ചൊവ്വയുടെ ആനുകൂല്യം പൂർണ്ണമായിട്ടും കിട്ടാനായിട്ട് ഈ കാലം സഹായകമാകും. അപ്പോൾ അതുകൂടെ ചെയ്യുക. നാഗപ്രീതികരങ്ങളായ കർമ്മങ്ങളും പ്രത്യേകമായിട്ട് ചെയ്യുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രവും ചിങ്ങക്കൂറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചും 8-ലാണ് സൂര്യൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. രാഹുവും ബുധനും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നു. മീനം 15 ആകുമ്പോൾ ശനിയും കൂടെ അവിടെ ചെന്ന് യോഗം ചെയ്യും. ഈ പൂര നക്ഷത്രക്കാർക്ക് പല കാരണങ്ങളാൽ ഈ മാസം ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കും. ശത്രുക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് പ്രധാനമായിട്ടും തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പ്രവർത്തനത്തിൽ ഒരു മന്ദഗതി എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവും. സാമ്പത്തികമായിട്ട് അത്ര ഗുണകരമല്ല. വരവിനേക്കാൾ ചെലവ് പലപ്പോഴും കൂടി നിൽക്കുന്ന അവസ്ഥയും അനുഭവപ്പെട്ടേക്കാം. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചില ബന്ധുക്കൾ നമ്മളുമായിട്ട് അകന്നു പോകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം കിട്ടുന്നത് പലപ്പോഴും വൈകിയായിരിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് സുഹൃത്തുക്കളുടെ സഹായം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, അയാൾ സഹായിക്കാൻ തയ്യാറുമാണ്. സമയത്തത് കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. പഠനത്തിൽ മാർഗനിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ഗവേഷണ രംഗത്തും റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞർക്കൊക്കെ അല്പം തടസ്സങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള പ്രതികൂല നടപടികളൊക്കെ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ 11-ൽ നിൽക്കുന്ന ചൊവ്വയുടെ ഗുണഫലം ഉള്ളതുകൊണ്ട് കൃഷി സംബന്ധമായ ആദായം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ആദായം
ഭൂമി വിൽപ്പന മുഖേനയുള്ള ആദായമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദര ഗുണം ലഭിക്കുന്നതാണ്. കേസുകളിലും വഴക്കുകളിലുമൊക്കെ മേൽക്കൈ ലഭിക്കുന്നതാണ്. അഷ്ടമശനി ആരംഭിക്കുന്ന സമയത്ത് ആരോഗ്യകാര്യത്തിലും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം 15 അല്ലെങ്കിൽ മാർച്ച് 29 അഷ്ടമശനി ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ഇനി പൂരനക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ നോക്കുമ്പം ദേവീപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് കൂടുതലായിട്ട് അനുഷ്ഠിക്കേണ്ടത്. പൗർണമി പൂജ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെ പൗർണമി ദിവസം ചന്ദ്രനെ ദർശിക്കുന്നത് നല്ലതാണ്. ചന്ദ്രപ്രീതികരങ്ങളായ സ്തോത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. നവഗ്രഹ സ്തോത്രത്തിൽ ചന്ദ്ര സ്തോത്രമുണ്ടല്ലോ, ചന്ദ്രദേവനെ സ്തുതിക്കുന്ന സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. പൂരം, പൂരാടം, ഭരണി നാളുകളിൽ ശുക്ര ഭഗവാന് നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന സമർപ്പിക്കുക. ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പട്ടും അർച്ചനയും സമർപ്പിക്കുക. അത് ധനപരമായ ബുദ്ധിമുട്ട് മാറാൻ വളരെ ഗുണകരമാണ്. രാഹുർദശയോ ശനിദശയോ ചന്ദ്രദശയോ ആണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അത്തരം പൂരം നക്ഷത്രക്കാർ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ചൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ദോഷങ്ങൾ നല്ലൊരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ്. അപ്പം കണ്ടമാന ശത്രുദോഷമോ കണ്ടമാനം ധനതടസ്സമോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഇരുന്ന് പാരായണം ചെയ്യണമെന്നില്ല, വീട്ടിൽ വന്നിട്ടാണെങ്കിലും ശുദ്ധമായൊരു സ്ഥലത്തിരുന്ന് മനസ്സും ശരീരവും ശുദ്ധമാക്കി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. മനസ്സർപ്പിച്ച് പാരായണം ചെയ്യുക. ശത്രുദോഷത്തിൽ നിന്ന് നല്ല മോചനം ലഭിക്കും. ഉത്രം നക്ഷത്രമാണ് അടുത്തത്. ഉത്രം 2 കൂറുകളിലാണ് വരുന്നത്. ചിങ്ങക്കൂറിൽ ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവരും കന്നിക്കൂറിൽ ബാക്കി 45 നാഴികയ്ക്കകത്ത് ജനിച്ചവരുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 8 സൂര്യൻ സംക്രമിച്ചിട്ടുള്ളത്. കന്നിക്കൂറുകാർക്ക് 7 സൂര്യൻ്റെ സഞ്ചാരം വന്നിട്ടുള്ളത്. പൊതുവെ ഒരു മനസ്സമാധാനം കുറയുന്നൊരു മാസമാണിത്. പുതിയ ജോലി തേടാനൊന്നും ഗുണകരമായ കാലഘട്ടമല്ല. നിലവിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 7 സൂര്യൻ വരുന്നത് കൊണ്ട് കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായിട്ട് പിണക്കമോ ബിസിനസ് പങ്കാളികളുമായിട്ട് തർക്കമോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ 8 സൂര്യൻ വരുന്ന ചിങ്ങക്കൂറുകാർക്കും സുഹൃത്തുക്കളെക്കുറിച്ച് സംശയങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ അല്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയോ വീടോ പണയപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട്. ധനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. എല്ലാം ഒന്നും വിജയിക്കണമെന്നില്ല. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കുറേയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. ബിസിനസ് രംഗത്ത് പെട്ടെന്നുള്ള ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ബിസിനസ് പെട്ടെന്ന് മുന്നോട്ട് പോകാതെ തടഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടേക്കാം. കരാർ പണികളൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു ലാഭം ഉണ്ടാകണം എന്നില്ല. ദൂരയാത്രകൾ പലതും ചെയ്യേണ്ടി വരും. കുടുംബാംഗങ്ങളോടൊത്ത് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളൊരു യോഗവും ഉണ്ട്. അപ്പോൾ ശനി 8 വരുന്ന ചിങ്ങക്കൂറുകാർ അഷ്ടമശനി സംബന്ധമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 6 നിന്ന് 7 പോകുന്നത് മാർച്ച് 29. അപ്പം കണ്ടകശനി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയുടെ കാര്യത്തിൽ ഒരു ആരോഗ്യപരമായ ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തേണ്ടതാണ്. ഉത്തരനക്ഷത്രക്കാർ ശാസ്താവിൻ്റെ പ്രീതി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിദേവനും വഴിപാടുകൾ ചെയ്യണം. ശാസ്താവിൻ്റെ നീരാഞ്ജനമോ നെയ്വിളക്കോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ചൊവ്വാദശയോ ബുധദശയോ വ്യാഴദശയോ ആണെങ്കിൽ
പ്രത്യേകമായിട്ടും ശാസ്താവിന് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. എള്ളുതിരിയോ എള്ളുപായസമൊക്കെ സമർപ്പിക്കാം. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. പിന്നെ ചൊവ്വയുടെ പ്രീതിക്കായിട്ട് ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക. സർപ്പങ്ങൾ കൂടെ ഒരു വഴിപാട് ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഉത്തമമാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരുടെ ഫലമാണ്. അത്തം നക്ഷത്രം കന്നിക്കൂറിലാണ് വരുന്നത്. 7ാം ഭാവത്തിലാണ് സൂര്യൻ സംക്രമിച്ചിട്ടുള്ളത്. അവിടെ രാഹുവുണ്ട്. നീചത്തിൽ നിൽക്കുന്ന ബുധനും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനും ഉണ്ട്. ഈ ശുക്രൻ വളരെ ശുഭഗ്രഹമാണ് എങ്കിലും 7ാം ഭാവത്തിലെ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ശുക്രൻ അത്ര ഗുണകരമല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം. പക്ഷേ ഉച്ചരാശിയിലായതുകൊണ്ട് ദോഷം ചെയ്യുകയുമില്ല. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മേലധികാരികളുടെ ചില നിലപാടുകൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വലിയ പണം മുടക്കിയുള്ള ബിസിനസ്സുകളൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. നിലവിലുള്ള ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിനെ കുറച്ചുകൂടെ വിപുലീകരിക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ആദായം കിട്ടാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. പിന്നെ കുറച്ചുകൂടെ അവർക്ക് ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിന് ചേരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വ്യാപാരം നടത്തുക. അപ്പോൾ ആ ഒരു നയം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ധനം കയ്യിൽ വരും. കടങ്ങൾ കുറേ വീട്ടാൻ സാധിക്കും. പിന്നെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ കുറേയൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. ദാമ്പത്യത്തിൽ പൂർണ്ണമായും ഒരു മനസ്സമാധാനം കിട്ടണമെന്നില്ല. ഇടയ്ക്കിടെ ചെറിയ കാര്യങ്ങളെ ഉന്നയിച്ച് തർക്കങ്ങളുണ്ടായേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നൊരു ശീലവും ഉണ്ടാകാം. എന്താണെങ്കിലും ചെറിയ തോതിലുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും അനുഭവിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും പിണക്കം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ അങ്ങ് പോകും. 1 മാസത്തെ ഫലമാണ് കേട്ടോ, താൽക്കാലിക ഫലമാണ്. അതുകൊണ്ട് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്താൽ മതി. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അല്പമൊക്കെ തർക്കങ്ങളില്ലാത്ത എവിടെയാണ് ഉള്ളത്, അങ്ങനെ കരുതിയാൽ മതി. പിന്നെ സുഹൃത്ത് സമാഗമങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നും മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മദ്യം, ഡ്രഗ്സ് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ഉചിതം. കാരണം ഈ ഒരു കാലഘട്ടം നമ്മളെ പല പല കാര്യങ്ങൾക്കും അങ്ങോട്ട് ഒരു അഫിനിറ്റി ഉണ്ടാക്കുന്ന ഒരു സമയമാണ്, ആകർഷിക്കുന്ന ഒരു സമയമാണ്. വേണ്ടാത്ത കാര്യങ്ങളിലോട്ടൊക്കെ ചിന്ത പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സാങ്കേതിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അത് പഠിക്കുന്നവർക്കുമൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നല്ല ജോലികൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അത്തം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ ഗണപതി പ്രീതി വരുത്തണം. അതായത് അത്തം നക്ഷത്രക്കാർക്ക് ഗണപതി പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ അത് വളരെ ഗുണകരമാണ്. ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിച്ചിട്ട് ശുഭകാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ അത് തടസ്സമില്ലാതെ സാധിച്ചു കിട്ടും. അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അത്തം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ ദേവതയാണ് ആദിത്യൻ. സൂര്യനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഗായത്രി മന്ത്രം ജപിക്കുക. നമ്മുടെ നവഗ്രഹ സ്തോത്രത്തിലെ ജപാകുസുമ സങ്കാശം എന്നുള്ള ആ സ്തോത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഗണപതിക്ക് ഒരു കറുകമാലയോ ഒരു മുക്കുറ്റി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്കോ എങ്കിലും തെളിച്ചിട്ട് വേണം നിങ്ങൾ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകാനും ടെസ്റ്റ് എഴുതാൻ പോകാനും ഒക്കെ. അങ്ങനെയാണെങ്കിൽ തടസ്സമില്ലാതെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പിന്നെ ശനിയുടെ മാറ്റം വരുന്ന സമയത്ത് ശാസ്താവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കും വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് ചെയ്താൽ മതി. പിന്നെ ശനിദശയോ രാഹുർദശയോ കേതുർദശയോ ആണ് നിലവിലുള്ളതെങ്കിൽ അവർ കൂടുതലായിട്ട് ആരോഗ്യകാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. അവർ നിർബന്ധമായി ക്ഷേത്രദർശനം നടത്തണം. കാരണം അവർ ഈ 3 ദശകളും അത്ര ഗുണകരമല്ല. ശനിദശയും രാഹുർദശയും കേതുർദശയും. അതാണ് അവരുടെ ഫലം. ഇനി അടുത്ത് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലമാണ്. ചിത്തിര 2 കൂറുകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ആദ്യത്തെ പകുതി ഭാഗത്ത് ജനിച്ചവർ കന്നിക്കൂറിലും രണ്ടാമത്തെ 30 നാഴികയിൽ ജനിച്ചവർ തുലാക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്.
അതിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രാശിനാഥനാണ് ബുധൻ, തുലാക്കൂറിൻ്റെ നാഥനാണ് ശുക്രൻ. ഇത് രണ്ടും കൂടെ ചേർന്നാണ് മീനൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. തൊഴിൽപരമായിട്ട് സമ്മർദ്ദം ഉണ്ടാകും, കാരണം സൂര്യൻ അങ്ങോട്ട് എത്തിച്ചേരുന്നു. പിന്നെ ശനി കൂടെ എത്തുമ്പോഴത്തേക്കും ഒരു ആലസ്യം എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും, ഒരു ക്ഷീണം, ഒരു മടി, ഇതൊക്കെ തുടങ്ങാം. ജോലിയിലുള്ളവർക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഈ ജോലിയിലൊരു തൃപ്തിക്കുറവോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പല ദൗത്യങ്ങളും ഏറ്റെടുക്കുമെങ്കിലും അത് പൂർത്തീകരിക്കാനായിട്ട് കൃത്യസമയത്ത് സാധിച്ചെന്ന് വരികയില്ല. അത് നമുക്ക് നമ്മളോട് തന്നെ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകാൻ കാരണമാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നെഗറ്റിവിറ്റിയിലോട്ട് പോകണ്ട, ഒരിക്കലും ഒരു നമ്മളെ സ്വയം കുറച്ച് നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകണ്ട. ഈ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് നന്നായിട്ട് ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന എലമെൻസിനെയാണ് ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ സ്വഭാവത്തിലും കൂടെ പ്രകടിതമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ നല്ല കാലവും ചീത്തക്കാലവും മാറി മാറി വരുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ മാറുമ്പോൾ ആ ഗ്രഹരശ്മികളുടെ പ്രഭാവം നമ്മളുടെ ശരീരത്തിലെ ഭൗതിക വസ്തുക്കളിൽ അല്ലെങ്കിൽ ഹോർമോൺസിൽ നിന്ന് കൃത്യമായിട്ട് പറയാം, അതിലുണ്ടാക്കുന്ന ചേഞ്ചുകളാണ് നമ്മുടെ ചിന്താഗതിയിലും സന്തോഷത്തിലുമൊക്കെ മാറ്റം ഉണ്ടാക്കുന്നത്. കൂട്ടു ബിസിനസ്സിൽ ലാഭം കാര്യമായിട്ട് ഉണ്ടാകുകയില്ല, മാത്രമല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാകുകയും ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകാം. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ എഗ്രിമെൻറ്റുകളും രേഖകളും ഇല്ലാതെ പണം കൈമാറരുത്, അല്ലെങ്കിൽ രസീത് വാങ്ങിച്ചു വെക്കണം. കൂട്ടു ബിസിനസ്സിലെ തെറ്റിദ്ധാരണ ഒരു കേസിലോട്ടൊന്നും പോകാതെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക, കാരണം അത് പിന്നീട് പ്രയാസങ്ങളുണ്ടാക്കും. കഴിയുന്നതും ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും സ്വീകാര്യമായ ഒരു മധ്യസ്ഥതയിൽ തർക്കങ്ങൾ അവസാനിപ്പിക്കുക. സഹപ്രവർത്തകരുടെ ചില പെരുമാറ്റങ്ങൾ നമുക്ക് വേദനയുണ്ടാക്കും. ചിലർ കുത്തിപ്പറയുന്ന രീതിയിൽ സംസാരിക്കും. നമുക്കല്പം ക്ഷീണം തോന്നുന്ന അവസ്ഥയിൽ നമുക്ക് എവിടെയാണോ ഒരു അല്പം കുറവുള്ളത് അതിനെ കുത്തി സംസാരിക്കുന്ന ഒരു ശീലം പല സഹപ്രവർത്തകരും ഈ സമയത്ത് പ്രകടിപ്പിക്കും. അതും കാര്യമാക്കണ്ട, കാരണം എല്ലാവർക്കും ഒരു നല്ല കാലവും ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ച സമയമുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് സമയം കളയണ്ട. ശത്രുക്കളുടെ സഹായം പോലും ചിലപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ചില കാര്യങ്ങളിൽ. അതായത് ഇപ്പം ശമ്പളം കൂട്ടി കിട്ടുന്ന ഒരു കാര്യത്തിനാണെന്നിരിക്കട്ടെ ഒരു സ്ഥാപനത്തിൽ, ആ സമയത്ത് ശത്രുക്കൾ പോലും നമ്മളോടൊപ്പം നിൽക്കും. നമ്മളായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. നമ്മളോട് എതിർപ്പുള്ള സഹപ്രവർത്തകർ പോലും നമ്മളോടൊപ്പം നിൽക്കും. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചും ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും നല്ല കാര്യങ്ങൾക്ക് അവരുമായിട്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഈ മാസം സാധിക്കും, അല്ലെ വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പുതിയ സുഹൃത്ബന്ധങ്ങൾ വന്നു ചേരാം. എതിർലിംഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു കെയർ, ഒരു ശ്രദ്ധയുണ്ടാകണം. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു പുതിയ പുരുഷ സൗഹൃദം കിട്ടിയാൽ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം സൗഹൃദം തുടരുക. തിരിച്ചും പുരുഷന്മാർക്ക് സ്ത്രീകളെ സൗഹൃദം കിട്ടിയ ഉടനെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട, നന്നായിട്ട് അവരെ മനസ്സിലാക്കിയ ശേഷം മാത്രം സൗഹൃദം തുടരുക. ഇല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ശത്രുക്കളുടെ പ്രവർത്തനം എന്ന് നമ്മളിവിടെ പറയുന്നത് പല കാര്യങ്ങളിലും ശത്രുക്കളുടെ പ്രവർത്തനം ഒളിഞ്ഞായിരിക്കും ഉണ്ടാകുന്നത്, നേരിട്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുക, നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാരുടെ വഴിപാടുകളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ചൊവ്വയുടെ പ്രഭാവമുള്ള നക്ഷത്രമാണ് ചിത്തിര. അതുകൊണ്ട് തന്നെ കുജപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും അർച്ചനകൾ നൽകുക. എല്ലാ ദിവസവും അവരുടെ നാമങ്ങൾ ജപിക്കുക. ചിത്തിര, മകയിരം, അവിട്ടം ഈ 3 നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും നല്ലതാണ്.
പൗർണമി വ്രതം പോലുള്ള ദേവീപ്രധാനങ്ങളായ വ്രതങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഷഷ്ഠി വ്രതം പോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ശനിപ്രീതികരങ്ങളായ വഴിപാടുകളും അല്ലെങ്കിൽ ധ്യാനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുക. ശാസ്താവിന് നെയ്വിളക്കോ നീരാഞ്ജനമോ സമർപ്പിക്കുക. ശനിദേവന് എള്ളുതിരി തെളിയിക്കുക. ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ മാസം പ്രയാസമില്ലാതെയും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഘട്ടങ്ങൾ ഒഴിവാക്കിയും മുന്നോട്ട് പോകാൻ ചിത്തിര നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇതാണ് ചുരുക്കത്തിൽ മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര ഈ 5 നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നമുക്ക് പറയാനുള്ളത്. വിപുലമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ മാസഫലമായതുകൊണ്ട് മീനമാസം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാസത്തിൽ ഉള്ള സാമാന്യ ഫലങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. നിങ്ങളുടെ ധനസ്ഥിതിക്കും നിങ്ങളുടെ സൗകര്യത്തിൽ പോകാനുള്ള ക്ഷേത്രവുമായിട്ടുള്ള സൗകര്യം അനുസരിച്ചും വഴിപാടുകൾ ചെയ്യുക. ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ തന്നെ ഈ ധ്യാന ശ്ലോകങ്ങളൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിലേക്കുള്ളൊരു കാണിക്ക ഒരു കുടത്തിലോ മറ്റോ ഇട്ട് മാറ്റി വെക്കുക. പോകാൻ സമയം കിട്ടുമ്പം നമുക്ക് കൊണ്ടുപോയി അവിടെ സമർപ്പിക്കാം. കാരണം ഈ പ്രായമായവർക്കും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പോകാനും വ്രതമെടുക്കാനും ഒന്നും പറ്റിയെന്നിരിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ചെറിയൊരു തുക 10 രൂപയാണെങ്കിൽ അത് മാറ്റി ഒരു കുടത്തിലോ ഇട്ട് വെക്കുക. കാരണം നമ്മളത് എടുക്കാനിട വരരുത്. അത്യാവശ്യം വന്നാലും അത് അതിനകത്ത് തന്നെ കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു പെട്ടിയിലിട്ട് അടച്ചു വെക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം അതുകൊണ്ട് അവിടെ സമർപ്പിക്കുക. ഒന്ന് ഈ വഴിപാടായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കർപ്പൂര, സാമ്പ്രാണി, എണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാം. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള നിവേദ്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഒക്കെ ആയിട്ട് സമർപ്പിക്കാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ശനിയുടെ ഒരു രാശിമാറ്റം കൂടെ സംഭവിക്കുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുക. എല്ലാവർക്കും നമസ്കാരം.